അപ്പൊ ഇതിനകത്ത് നമ്മളൊരു 21 പവർ റൂൾസ് ആണ് ലേൺ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പവർ റൂൾസ് എന്തൊക്കെയാണ് വരുന്നത്, ഇത് ഒരു 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് വരും. അപ്പൊ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരാൻ പോകണ്ട. എപ്പോഴാണ് നമ്മുടെ ലൈഫിൽ ചേഞ്ച് വരാൻ തുടങ്ങുന്നത്? അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. ഓക്കെ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടത്, യെസ്, എന്നെ പോലെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കും അല്ലെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി അതിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. നിങ്ങൾക്കറിയാം, ഞാൻ പല നമ്മുടെ മോർണിംഗ് സെഷൻ ഉണ്ട്. എവറി ഡേ 5:30 ഇപ്പോൾ മോർണിംഗ് സെഷൻ നമ്മൾ വെച്ചിരിക്കുന്നത്. ആ മോർണിംഗ് സെഷനിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ബിലീഫ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുന്നില്ല, നമ്മൾ സ്റ്റക്കാണ് എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതേ എനർജിയിലുള്ള, അതേ വൈബിലുള്ള, മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഉള്ളത്. അപ്പൊ എല്ലാ ദിവസവും എവരിഡേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ എവറി വെനസ്ഡേസ് ഇതുപോലെ ഒരു ഫ്രീ സെഷൻ ഞാൻ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു ഗ്രോത്ത് സ്റ്റേജിൽ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെഷൻസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് കിടക്കാം. പഠിക്കാൻ എല്ലാവരും റെഡിയാണോ? റെഡി ആണെന്നുണ്ടെങ്കിൽ ചാറ്റിൽ എസ് എന്നുള്ളത് ഇടാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മോർണിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, യെസ്, നമ്മൾ കമ്മിറ്റഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. യെസ്, ഒരിക്കലും വേറൊരാൾക്ക് നമ്മുടെ എൻവയോൺമെന്റോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. എന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നോ, നമ്മുടെ ഉള്ളിൽ ചേഞ്ച് വരാൻ തുടങ്ങുന്നോ, അപ്പോഴാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത്. യെസ്, റൈറ്റ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പം ഈ 21 പവർ റൂൾസ് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കുറിച്ചിടുക, എഴുതിയെടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇതിനെ നമ്മൾ 6ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പവർ റൂൾസിനെ നമ്മൾ 6ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പോർഷൻ വരുന്നത് മൈൻഡ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് മൈൻഡ് തന്നെയാണ്. അവിടെയാണ് റൂട്ട് എന്ന് പറയുന്നത്. മൈൻഡ് അല്ലെങ്കിൽ ഐഡന്റിറ്റിയിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. 2, നമ്മൾക്ക് ഈ ഒരു കാര്യത്തിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ പിന്നെ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? ഉള്ളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് പലർക്കും എന്താണ്, ആദ്യം നമ്മൾ ഉള്ളിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, വെളിയിലൊന്നും നമുക്ക് കാണാനുണ്ടാവില്ല. അവിടെ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പുറമേലുള്ള ചേഞ്ചസ് നമുക്ക് ഉണ്ടാവാൻ തുടങ്ങും. അപ്പം അതോടൊപ്പം തന്നെ എന്താണ്, ഡിസിപ്ലിൻ ആൻഡ് റുട്ടീൻ നമ്മൾ കീപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ബോഡി ആൻഡ് എനർജിയിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കണം. ദെൻ എന്താണ്, ആക്ഷൻ. നമ്മൾ ആക്ഷൻ ആൻഡ് നമ്മുടെ ഗ്രോത്തിലേക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. പിന്നെ എല്ലാവരും ചലഞ്ച് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ. ഇൻകത്തിലും നമ്മൾക്കുടെ ഫ്രീക്വൻസി ലെവലിലും എല്ലാം ചേഞ്ചസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇൻകം വരാൻ തുടങ്ങുന്നത്. ആൻഡ് ക്യാരക്ടർ ആൻഡ് സെൽഫ് ട്രസ്റ്റ്. ഇങ്ങനെ 6 സെഷൻസ് ആയിട്ടാണ് നമ്മൾ തിരിച്ചേക്കുന്നത്. ഓക്കെ, റെഡി അല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്? റെഡി ആണെന്നുണ്ടെങ്കിൽ ചാറ്റിലിടാം യെസ് ഐ ആം റെഡി എന്നുള്ളത്. യെസ്, ഗ്രേറ്റ്. സോ മൈൻഡ് ആൻഡ് ഐഡന്റിറ്റിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, ഫസ്റ്റ് പ്രൊട്ടക്ട് യുവർ മൈൻഡ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പലപ്പോഴും ഈ ഒരു ടോപ്പിക് തന്നെ എന്താണ്, മനസ്സ് കൈവിടുമ്പോൾ ആണ് ഞാൻ ടോപ്പിക് ഇട്ടുന്നത്. എന്താണ് മനസ്സ് കൈവിടുന്നത്? നമ്മൾ പല സമയത്തും നെഗറ്റീവായിട്ടുള്ള സർക്കംസ്റ്റൻസിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് എത്ര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളെന്ന് പറഞ്ഞാലും നമ്മൾ ഡൗൺ ആയി പോവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് കോൺഷ്യസ് അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ, യുവർ മൈൻഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റൈറ്റ്? അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന പല കാര്യങ്ങളും, അത് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ആയിരിക്കാം, പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത്. കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാനും ചെയ്യാനും പോകുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ എനർജി ഡൗൺ ആവുന്നു. ഇതുകൊണ്ട് നമുക്കൊരു ഗ്രോത്തും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ, കാര്യങ്ങൾ കട്ട് ചെയ്യുക, നമ്മുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യുക.
അറിഞ്ഞിരിക്കുന്നതല്ല ഞാൻ പറയുന്നത്, അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു, അത് കൂടുതൽ അറിയുന്നതുകൊണ്ട് യാതൊരു നേട്ടം നമുക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. എന്തിനാണ്? നമ്മുടെ മൈൻഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. ദെൻ ടോക്സിക് ആയിട്ടുള്ള പല ആളുകളും പീപ്പിളും നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ കടന്നു വരാം. അന്ന് നമുക്കറിയാം അവരോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി ഡൗൺ ആയി പോകുന്നുണ്ട്. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള പീപ്പിൾ നമ്മുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് മാറാം. അത് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. ദെൻ ചിലപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മളിപ്പം ഒരു ഫോണിൽ നമ്മൾ ഒരു കാര്യം നോക്കാൻ വേണ്ടി പോകുന്നതായിരിക്കാം. പിന്നെ നമ്മുടെ നമ്മളൊരു കാര്യം നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നോക്കുവാണ്, ഒരു നെഗറ്റീവ് ന്യൂസ് ആണ്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, പിന്നെ വരുന്നതെല്ലാം അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ മൈൻഡ് അൺവാണ്ടഡ് ആയിട്ട് ആ സ്ക്രോളിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതെല്ലാം നമ്മളുടെ എന്താണ്, നമ്മുടെ നല്ല മനോഹരമായ മൈൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെയെല്ലാം നമുക്ക് നോ പറയാൻ സാധിക്കണം. യെസ്. ഇതിന് നിങ്ങൾ റെഡിയാണോ? ക്ലിയർ ആണോ എല്ലാ കാര്യങ്ങളും? ഇതിൽ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നവർ ലൈഫിൽ ചേഞ്ചസ് വരുള്ളൂ. എവിടൊക്കെയാണ് ഇതിനകത്ത് ചേഞ്ചസ് വരുത്തേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്തു മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുഴി ഉണ്ടെന്ന് വെച്ചോ, ആ കുഴി ഒരു 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 നമ്മളൊരു കുഴി കുഴിച്ചെന്ന് വെച്ചോ, ആ കുഴി കുഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോ ചിലപ്പോൾ അതിനകത്ത് മണ്ണ് വന്ന് വീഴാം, അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ അതിനകത്ത് വന്ന് വീഴാം, അത് ഫില്ലാവും. യെസ്. അപ്പൊ ഇതിൽ പല ആൾക്കാരും ഇതൊക്കെ അറിയാം, യെസ് ഇങ്ങനൊന്നും ചെയ്യരുത്, ഇതൊക്കെ റിമൂവ് ചെയ്യണമെന്നൊക്കെ അറിയാം. പക്ഷെ റിമൂവ് ചെയ്ത് നമ്മൾ വീണ്ടും അവിടെ വെറുതെ ഇടുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നാച്ചുറലി അവിടെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളെല്ലാം വന്ന് നിറയും. അപ്പൊ എന്താ അതിനകത്ത് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിറയ്ക്കണം, അല്ലേ? ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെടി വെക്കുവാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? അതിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊണ്ടുപോവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡ്. അപ്പൊ ആ റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരണം. എന്ത് കൊണ്ടുവരാം? നിങ്ങളെ ഗ്രോത്തിലേക്ക് സഹായിക്കുന്ന ബുക്കുകൾ നിങ്ങൾക്ക് വായിക്കാം, പോഡ്കാസ്റ്റ് കാണാം, അതുപോലെ ഇങ്ങനത്തെ ഒരു സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ, നമുക്ക് തിരിച്ചറിവ്, കോൺഷ്യസ് അവയർനെസ് ഉണ്ടാവുകയാണ്, കോൺഷ്യസ് ആവുകയാണ്. യെസ്, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും, എനിക്ക് എന്റെ എനർജി ലെവലിൽ ഡിഫറൻസ് ഉണ്ടാവും, എനിക്ക് ഗ്രോത്തിലേക്ക് പോകാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊന്ന് തിങ്ക് ചെയ്യാനോ പ്ലാൻ ചെയ്യാനോ ഒക്കെ ഉള്ള സമയമായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാം? ഒരു കാര്യം നമ്മൾ കാണുവാണ്, ഇത് നമ്മളെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സംസാരം, ഒരാള്, ഇതൊക്കെ നമ്മളെ നെഗറ്റീവായിട്ട് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമുണ്ട്. അവരോടല്ല ചോദിക്കേണ്ടത്, നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഈസ് ദിസ് സ്ട്രെങ്തനിങ് ഓർ വീക്കനിങ് മീ? ഇത് എനിക്ക് സ്ട്രെങ്ത് ആണോ തരുന്നത്, അതോ എന്നെ വീക്കൻ ചെയ്യുവാണോ ചെയ്യുന്നത്? ഇത് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇത് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നോ പറയാൻ, കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത് എന്നെ സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യമാണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. അപ്പം നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു ആക്ഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ എവറിഡേ പതുക്കെ പതുക്കെ റിമൂവ് ചെയ്യേണ്ട കാര്യമാണ്. ഇതുപോലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സോഴ്സസിൽ നിങ്ങൾ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ റിമൂവ് ചെയ്യണം. ഓക്കെ, അതിനെ പറ്റി ചിന്തിച്ച് എന്തൊക്കെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള സോഴ്സസ്, അല്ലെങ്കിൽ എന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്, എൻ്റെ മനസ്സ് കൈവിട്ടു പോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നത്, എന്തൊക്കെ എന്റെ പ്രശ്നങ്ങളുണ്ടാകും, അത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോട്ട് ഔട്ട് ചെയ്യാം. യെസ്, ചെയ്യാലോ? റെഡി? യെസ്. അടുത്തത് എന്താണ്? സ്പീക്കിംഗ് പോസിറ്റീവ്ലി ടു യുവർ സെൽഫ്. നിങ്ങൾ
നിങ്ങളെ പറ്റി എന്താണ് സംസാരിക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. റൈറ്റ്? അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലേ? ഏറ്റവും കൂടുതൽ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ സംസാരിക്കുമ്പോൾ ആ സംസാരം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്താണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ടോക്ക്? അത് പോസിറ്റീവ് ആണോ? നമ്മൾ നമ്മളെ പറ്റി തന്നെ എന്താണ് പറയുന്നത്? അത് നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സ്പീക്ക് പോസിറ്റീവ്ലി ടു യുവർ സെൽഫ്. അവിടേക്കാണ് അഫർമേഷൻസിൻ്റെതും അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. എന്താണ് നമ്മൾ നമ്മളെ പറ്റി പറയുന്നത്? ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് പറയും, ഇതെനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യുക. എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? ഇത് എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും, ഐ ആം വർത്തി, ഇങ്ങനെയുള്ള ഐ ആം സ്ട്രോങ്, ഐ ആം കോൺഫിഡൻറ്റ് എന്ന് നമുക്ക് നമ്മളെ ഉള്ളിൽ നിന്ന് പറയാൻ പറ്റണം. യെസ്. അപ്പം അത് നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തണം. യെസ്, നെഗറ്റീവായിട്ടുള്ള വാക്കുകളാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന. അങ്ങനെയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ക്യാൻസൽ പറഞ്ഞിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ആയിരിക്കണം നമ്മൾ നോക്കിക്കാണേണ്ടത്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഇതിനകത്ത് എന്ത് സൊല്യൂഷൻ എനിക്ക് കൊടുക്കാൻ പറ്റും? മനസ്സിലാവുന്നുണ്ട്? ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എന്ത് സൊല്യൂഷൻ എനിക്ക് കൊടുക്കാൻ പറ്റും ഇതിനകത്ത്? ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്? അപ്പൊ അതായിരിക്കണം നമ്മുടെ തിങ്കിങ് എന്ന് പറയുന്നത്. ദെൻ തേർഡ്, സ്റ്റോപ്പ് ഓവർ തിങ്കിങ്, സ്റ്റാർട്ട് ആക്ടിങ്. നമ്മള് പല കാര്യങ്ങളും എന്താണ് തുടങ്ങണം, പല കാര്യങ്ങളും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഇവിടെ ഇരിക്കുന്ന പലരും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഓവർ തിങ്കിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒന്ന് കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്താ സംഭവിക്കണേ? നമുക്ക് നമുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ടൈം എവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? സ്റ്റാർട്ട് ആക്ടിങ്. അതായിരിക്കണം നമ്മളോട് പറയേണ്ട കാര്യം. ഓവർ തിങ്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവും? ഇല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് ആക്ഷൻ എടുത്ത് തുടങ്ങിയാൽ മാത്രമേ അതിനൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം ഓവർ തിങ്കിങ് വരുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് എന്ത് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും? അതായിരിക്കണം നമ്മുടെ ഫോക്കസ്. അതിലേക്ക് ആക്ട് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ദാറ്റ്സ് എ പോയിന്റ്. അതാണ് നമ്മൾ എടുക്കേണ്ട ആക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. ക്ലിയർ ആണോ? ചാറ്റിലിടാം. യെസ്. യെസ്, ഗ്രേറ്റ്. ദെൻ അടുത്തത് എന്താണ്? യെസ്, നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, ദെൻ ഡിഫൈൻ യുവർ 1 month മിഷൻ. എന്താണ് നിങ്ങൾക്ക് ഞാൻ എപ്പോഴും നമ്മുടെ ഒരു മോർണിംഗ് സെഷൻ, പ്രാക്ടീസ് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന നടത്തുന്നത് 2026 എന്താണോ നമ്മുടെ ഗോള്, ഫ്യൂച്ചർ ഗോള്, അതിലേക്കാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒരു 1 month മിഷൻ നിങ്ങൾ വെക്കുക. ഡിഫൈൻ യുവർ 1 month മിഷൻ. എന്താണ് എനിക്ക് ഈ ഒരു 1 month ഞാൻ എന്തിലേക്കാണ്, ഏത് ഗോളിലേക്കാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്? അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യും. ഈ 30 days മാത്രം നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്താൽ മതി. അറ്റ്ലീസ്റ്റ് ഒരു 21 days നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതിനോട്ടുള്ള ആക്ഷൻ എടുക്കുക. ഓക്കെ? ഏതെങ്കിലും ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഒരു മിഷൻ എടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു ഇൻകം ഗോളായിരിക്കാം നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യം ചെയ്യണം എന്നുള്ളതായിരിക്കും. അതെടുക്കുക. അതിന് എന്തൊക്കെയാണ് ആക്ഷൻ എടുക്കേണ്ടത്? ഇപ്പൊ നിങ്ങൾക്കൊരു 50,000 rupees വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു ഇൻകം ഗോൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു 1 lakh അച്ചീവ് ചെയ്യണം, 5 lakh അച്ചീവ് ചെയ്യണം, വാട്ട് നിങ്ങൾ നിൽക്കുന്ന സ്റ്റേജ് അനുസരിച്ച് നിങ്ങൾ ഒരു ഗോൾ ഒരു മിഷൻ സെറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആലോചിക്കാം, ആ ഒരു ഗോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കില്ല് എനിക്കുണ്ടോ? അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എന്തൊക്കെയാണ് എടുക്കേണ്ടത്? സെയിൽസ് കോൾ വിളിക്കണോ? അതിന് മാർക്കറ്റ് ചെയ്യണോ? എന്താണ് ചെയ്യേണ്ടത്? യെസ്, ഒരു ഗോൾ
ഇന്ന് നിങ്ങൾ ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്ക് ഡിഫൈൻ യുവർ 1 month മിഷൻ. എന്താണ് ഞാൻ ചെയ്യാൻ പോണേ? ആ ഒരു ഗോളിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമോ? യെസ്. എന്നിട്ട് ആ ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ സെറ്റ് ചെയ്യണം. ഓക്കെ, സെറ്റ് ചെയ്തിട്ട് റീഡ്. നിങ്ങൾ രാവിലെ വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ ഒന്നും കൂടെ നിങ്ങൾ അത് ആ ഒരു ഗോള് നിങ്ങൾ ഉറക്കെ വായിക്കാം. യെസ്. അങ്ങനെ അത് രാവിലെയും വൈകുന്നേരം പറയാം. അത് മാത്രമല്ല, അതിനകത്തുള്ള ആക്ഷൻസ് നിങ്ങൾ എടുക്കുക. ആക്ഷൻസ് എടുത്താൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് വരുള്ളൂ. നമ്മുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ, റിയാലിറ്റിയിലേക്ക് വരണം എന്നുണ്ടെങ്കിലും എന്താണ് നടക്കേണ്ടത്? നമുക്ക് ഒരു വിശ്വാസം വേണം, അതിനകത്തുള്ള ആക്ഷൻ വേണം. എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അണ്ടർസ്റ്റുഡ്? ദെൻ 5, വിഷ്വലൈസ് യുവർ ഫ്യൂച്ചർ ഡെയിലി. നിങ്ങൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. ആ വ്യക്തി എങ്ങനെ ആയിരിക്കണോ, ആ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണോ, അത് ഡെയിലി നിങ്ങൾ ഫീൽ ചെയ്യുക. ആ ഒരു വ്യക്തിയിലേക്ക് എത്തുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. കീ പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങളത് പറയുന്ന കാര്യം. എന്താണ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു തരുന്നത്. യെസ്, ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് എവിടെയാണ്? മൈൻഡിലും ഐഡന്റിറ്റിയിലുമാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. യെസ്, റൈറ്റ്? ഇത് നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ലേൺ ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഡിസിപ്ലിൻ ആൻഡ് റുട്ടീനിലേക്കാണ്. എന്താണ് ഡിസിപ്ലിൻ ആൻഡ് റുട്ടീൻ? നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യം അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളെല്ലാം നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടതും ചില കാര്യങ്ങളിൽ ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, ലോക്ക് യുവർ വേക്കപ്പ് ടൈം. നിങ്ങൾ കൃത്യമായിട്ട് ഒരു സമയം നിങ്ങൾ ഡിസൈഡ് ചെയ്യുവാണ്, ആ സമയത്ത് നിങ്ങൾ എഴുന്നേക്കുക. യെസ്, ആ ഒരു ടൈം, ഏത് സമയം നിങ്ങൾക്ക് എഴുന്നേക്കണം, ആ സമയം നിങ്ങൾ ലോക്ക് ചെയ്യുക. 6 മണിക്കാണോ എണീക്കേണ്ടത്, 5 മണിക്കാണോ എണീക്കേണ്ടത്? ഇപ്പൊ 5:30ക്കാണ് നിങ്ങൾ എഴുന്നേക്കുന്നതെങ്കിൽ 5:30ക്ക് നമ്മുടെ സെഷൻ, ഒരു അരമണിക്കൂർ സെഷൻ. ഇതിനകത്ത് ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ആണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. എല്ലാവരുടെ ലൈഫിലും ചേഞ്ച് ഉണ്ടാവണം, അതാണ് നമ്മുടെ ആഗ്രഹം. യെസ്, ലോക്ക് യുവർ വേക്കപ്പ് ടൈം. യെസ്, ആ സമയത്ത് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത് ഒക്കെ നമുക്ക് ചിന്തിക്കാനും ചെയ്യാനും പറ്റുന്ന സമയമാണ് ഇത്. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും അവരുടെയൊക്കെ കാര്യങ്ങളായി ബിസിയായി സ്കൂളിലൊക്കെ പോകണം, അങ്ങനെയൊക്കെ വരും. അല്ലെങ്കിൽ ഹസ്ബൻഡിനെ വിടണം, അല്ലെങ്കിൽ നമുക്ക് പോകണം, അങ്ങനെയൊക്കെയുള്ള ഒരു റഷ് ടൈം മാറി ഒരു 30 മിനിറ്റ്സ് നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റണം. ആ ഒരു ടൈം എന്ന് പറയുന്നത്, ആ ഒരു മോർണിംഗ് ടൈം എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽഫ സ്റ്റേജിൽ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ മോർ പ്രൊഡക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ചിന്തിക്കാൻ പറ്റുന്ന സമയമാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. യെസ്, ആ ഒരു മോർണിംഗ് ടൈം നന്നായിട്ട് യൂസ് ചെയ്യുക. പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി. നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം 4 മണിക്ക് എഴുന്നേൽക്കണം, 3 മണിക്ക് എഴുന്നേൽക്കണം എന്നൊന്നും അല്ല പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു അരമണിക്കൂർ നേരത്തെ എഴുന്നേറ്റാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടൈം, റഷ് ആയിട്ട് പോവാതെ കുറച്ച് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നോ ഫോൺ ഫോർ ഫസ്റ്റ് 60 മിനിറ്റ്സ്. ഒരു ആദ്യത്തെ മോർണിംഗ് നിങ്ങൾ എഴുന്നേറ്റാൽ ഒരു കാരണവശാലും ഫോൺ രാവിലെ ഉപയോഗിക്കാൻ പാടില്ല. കാര്യം നമ്മൾ രാവിലെ കാണുന്ന നെഗറ്റീവ് ന്യൂസസ് അല്ലെങ്കിൽ വേറെ ആളുടെ ലൈഫ്, ഇതെല്ലാം നമ്മളെ ഫസ്റ്റിലെ തന്നെ നമ്മളെ അത് ആ ഒരു ഫീഡിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിലേക്ക് എൻ്റർ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾ കോൺഷ്യസ്ലി ഫോൺ യൂസ് ചെയ്യത്തില്ല എന്നുള്ള തീരുമാനം എടുക്കുക. യെസ്, നിങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾ ലിങ്കിൽ നിങ്ങൾക്ക് സെഷൻസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യുന്ന അതല്ല പറയുന്നത്.
ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സ്ക്രോൾ ചെയ്ത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. നിങ്ങളെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. മോർണിംഗ് സമയവും നൈറ്റ് ടൈമും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു കാര്യത്തില്. ഓക്കെ, ദെൻ പ്ലാൻ യുവർ ഡേ എവ്രി മോർണിംഗ്. എവ്രി ഡേ നമ്മൾ പ്ലാൻ ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളിലേക്കാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ആക്ഷൻ എടുക്കേണ്ടത്. എവ്രി മോർണിംഗ് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇനി നൈറ്റ് കിടക്കുന്നതിന് മുന്നേ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. കാര്യം നമുക്ക് കൃത്യമായിട്ട് മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ എന്താണ് ചെയ്യേണ്ടതെന്നൊരു ക്ലാരിറ്റി ഉണ്ടാവും. അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മോർണിംഗ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. കാര്യം നമ്മൾ എഴുതി വെച്ചാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, ദെൻ സ്ലീപ്പ് വിത്ത് ഇന്റൻഷൻ. എന്താണ് സ്ലീപ്പ് വിത്ത് ഇന്റൻഷൻ? നമുക്ക് ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ കിടക്കുന്നത് എത്ര മണിക്ക് കിടക്കണം, അല്ലെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കുക. 9 മണി കഴിഞ്ഞ് അല്ലെങ്കിൽ 10 മണി കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ യൂസ് ചെയ്യില്ല. എനിക്ക് കൃത്യമായിട്ട് ഇന്ന ടൈമിൽ എഴുന്നേൽക്കണം. അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു സ്ലീപ്പ് റുട്ടീൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് അതനുസരിച്ച് ചേഞ്ചസ് നമ്മുടെ ലൈഫിലും നമ്മുടെ ബോഡിയിലും ഹെൽത്തിലും എല്ലാം ഉണ്ടാവും. ഓക്കെ, ദെൻ ട്രാക്ക് യുവർ ഡെയിലി ആക്ഷൻസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഡെയിലി ആക്ഷൻസ് എന്ത് ചെയ്യണം, ട്രാക്ക് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മുടെ വേക്കപ്പ് ടൈം എപ്പോഴായിരിക്കും, അതുപോലെ തന്നെ വർക്ക് അവേഴ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഞാൻ ഏത് സമയമാണ് ലേണിങ്ങിന് വേണ്ടി കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാം. നമ്മൾ ഡെയിലി ആക്ഷൻസ് ട്രാക്ക് ചെയ്യുമ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു 2-3 ദിവസം തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഏത് സമയമാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഏത് സമയമാണ് നമ്മൾ എനർജറ്റിക്കലി നമ്മൾ മൈൻഡ് നല്ല ഷാർപ്പായിട്ടിരിക്കുന്ന സമയം, ഏത് സമയമാണ് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈം, ഇതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നമുക്ക് പല കാര്യങ്ങളും ക്രമീകരിക്കാൻ പറ്റും. അപ്പൊ ഇതിന് നമുക്ക് ട്രാക്ക് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഡെയിലി ആക്ഷൻസ് ഒന്ന് ട്രാക്ക് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എൻ്റെ ടൈം ഏതിനൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, മോർണിംഗ് ടൈം ഏതാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ ടൈം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഈവനിങ് ടൈം എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, നൈറ്റ് എങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു പാത്ത് നമ്മളൊരു 1 വീക്ക് നമ്മൾ ട്രേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും. യെസ്, എവിടൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലേക്കാണ് ഞാൻ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലേക്കെല്ലാം കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ഇതിലേക്ക് ഫോക്കസ് ചെയ്യാം. ദെൻ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, ഇത്രയും ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണെങ്കിൽ ചാറ്റിലിടാം യെസ് ക്ലിയർ എന്നുള്ളതിടാം. യെസ് യെസ്, ഗ്രേറ്റ് ഗ്രേറ്റ്. യെസ് യെസ്. ദെൻ നമ്മൾ പോകുന്നത് ബോഡി ആൻഡ് എനർജി. ബോഡി ആൻഡ് എനർജിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്? അതിൽ ഞാൻ എപ്പോഴും പറയും, നമ്മൾ മോർണിംഗ് സെഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 to 20 മിനിറ്റ്സ്, നമ്മൾ ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കൂടെ നമ്മൾ നമ്മുടെ ബോഡി എല്ലാ ദിവസവും മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം ഫുള്ള് നമുക്ക് എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. അത് ജസ്റ്റ് നമ്മൾ ജോലി ചെയ്യുന്ന കാര്യങ്ങളല്ല പറയുന്നത്. ഇന്റൻഷനലി നമ്മൾ നടക്കുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കുന്നത്, നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് നമുക്ക് അന്നത്തെ ദിവസം തന്നെ ആ ഫുൾ എനർജിയിൽ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ മറക്കാതെ ചെയ്യേണ്ടത്, എല്ലാ ദിവസവും എവ്രി ഡേ ഒരു 10 to 20 മിനിറ്റ്സ് നിങ്ങൾ ബോഡി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ്. യെസ്, അത് എന്തൊക്കെയാണോ നിങ്ങളിപ്പം ആക്ഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കാതെ നമ്മുടെ ഹെൽത്തിനെ ആണെങ്കിലും നമ്മുടെ മൈൻഡിനെ ആണെങ്കിലും സോളിനെ ആണെങ്കിലും വളരെ അലൈൻഡ് ആയിട്ട് സൂക്ഷിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദെൻ ഫുഡ് എന്ന് പറയുന്നത് ഒരു ഫ്യുവലായിട്ട് കഴിക്കേണ്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഫുഡ് കഴിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും എല്ലാം ഫുഡ് കഴിയും. ഈ
ഒരുപാട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ അതിന് വേണ്ടിയിട്ട് തന്നെ എനർജി ഒരുപാട് യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യേണ്ട എനർജി ആയിരിക്കും നമ്മൾ ഈ ഫുഡ് ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ നൈറ്റ് ആണെങ്കിൽ നേരത്തെ ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ഉള്ള ഫുഡുകൾ കൂടുതൽ ഉൾപ്പെടുത്തുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് പിന്നെ കലോറീസ് ഉള്ള അല്ലെങ്കിൽ റൈസോ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാതെ കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിക്ക് അത്രയും എനർജി ആവശ്യമില്ല ഇത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എനർജി കൊടുക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളിലേക്കും ചെയ്യാൻ പറ്റാതെയാവും. അപ്പോൾ അതിനുള്ള എനർജി നമ്മൾ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. എന്നുവെച്ചാൽ ഫുഡ് അവോയ്ഡ് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. അത് ബാലൻസ്ഡ് ആയിട്ട് ഡയറ്റ് നമ്മൾ കീപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മോർ എനർജറ്റിക് ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ഹെവി ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം വരുന്നത് എന്തുകൊണ്ടാണ്? ബോഡി അതിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യാണ്. അപ്പൊ ഇത് മൈൻഡിൽ കൊണ്ടുവരാം. ഇതൊന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 21 days കണ്ടിന്യൂസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഇന്റൻഷനലി കോൺഷ്യസ് ആയിട്ട് ഇന്റൻഷനലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവും. ഞാൻ പറയാം, ഇത് കേൾക്കുന്ന ആൾക്കാരിലല്ല ചേഞ്ച് ഉണ്ടാവുന്നത്, അപ്ലൈ ചെയ്യുന്ന ആൾക്കാരിൽ, ആക്ഷൻ എടുക്കുന്ന ആൾക്കാരിലാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത്. റൈറ്റ്? ദെൻ ഡ്രിങ്ക് മോർ വാട്ടർ. വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. എസ്പെഷ്യലി ഇപ്പൊ ചൂട് സമയം കൂടിയാണ്. കൂടുതൽ വെള്ളം കുടിക്കുക. അത് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മോർ എനർജി ഫീൽ ചെയ്യും. ഓക്കെ, ക്ലിയർ? ആക്ഷൻ എടുക്കാമല്ലോ. റെഡി ആണെങ്കിൽ ചാറ്റിൽ ഇടാം യെസ്, റെഡി എന്നുള്ളത് ഇടാം യെസ്. സൂപ്പർ, ക്ലിയർ, യെസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആക്ഷൻ ആൻഡ് ഗ്രോത്തിലാണ്. ആക്ഷൻ ആൻഡ് ഗ്രോത്തിൽ ഫസ്റ്റ് ഷോപ്പ് എവറി ഡേ. എല്ലാ ദിവസവും നമ്മൾ ഷോപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഗ്രോത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ചില സമയത്ത് നമുക്ക് ടയേർഡ് ആയിരിക്കും. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു കോമ്പൗണ്ടിങ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് നിങ്ങൾ കാണുന്നില്ല എങ്കിൽ കൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രസ്, ഒരു നല്ല രീതിയിലുള്ള പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. അപ്പൊ ചിലപ്പം ആദ്യം ഒരു 100 പേരെ കാണുന്നുള്ളായിരിക്കാം. അത് പതിയെ 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 നിങ്ങളുടെ ഗ്രോത്തിലേക്കും നിങ്ങളുടെ ബിസിനസിന്റെ ഗ്രോത്തിലേക്കും ലൈഫിൽ നിങ്ങളുടെ പ്രോഗ്രസ്സിലേക്കും നിങ്ങളെ കൊണ്ടുപോകും. അത് മാത്രമല്ല, നമ്മൾ ഒന്നാമത്തെ വീഡിയോ പോലെ ആയിരിക്കത്തില്ലല്ലോ നമ്മൾ 100ാമത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും, അനലൈസ് ചെയ്തിട്ടുണ്ടാവും, കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്ത് കാര്യത്തിലും ഇതേപോലെ തന്നെയാണ്. നമ്മൾ തുടങ്ങുമ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എവറി ഡേ നമ്മൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫിലും ബിസിനസ്സിലും എല്ലാം ഗ്രോത്തിലേക്ക് പോകാൻ പറ്റും. സോ അതിനുള്ള ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഡു വൺ ഹാർഡ് തിങ് ഡെയിലി. നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിൽ നിങ്ങളെ കൊണ്ടുപോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കംഫോർട്ട് സോണിൽ ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് പലതും മാറ്റി വെക്കുന്നുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള തിങ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻകം തരുന്ന ചിലപ്പോൾ ഒരു സെയിൽസ് കോൾ വിളിക്കേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഒരു കോണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടഫായിട്ടുള്ള സ്കില്ല് നിങ്ങൾ നേടിയെടുക്കുന്ന കാര്യമായിരിക്കും. എന്തോ ആയിക്കോട്ടെ, ഒരു ദിവസം നിങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷെ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ പേടിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഈസി ലൈഫാണ് നമ്മൾ ലീഡ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, ഒരു ഹാർഡ് ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഹാർഡായിട്ടുള്ള ആക്ഷൻസ് നിങ്ങൾ ഇപ്പോൾ എടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ മോർ ഈസി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈസി എന്നല്ല, നമ്മൾ ഏറ്റവും നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ഹാർഡ് ആക്ഷൻസ് എടുക്കാൻ നമ്മൾ തയ്യാറാകുക. ഇപ്പം നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും നമ്മളുടെ ലൈഫിൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ ലേൺ സംതിങ് ന്യൂ ഡെയിലി. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ ഗ്രോത്തിലേക്ക് സഹായിക്കുന്ന ആക്ഷൻസ് നിങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കണം. അത് ഫോക്കസ് ഓൺ നിങ്ങളുടെ മാർക്കറ്റിംഗ് ആയിരിക്കാം, സെയിൽസ് സ്കില്ലായിരിക്കാം, കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കാം. ഒരു 30 to 60 minutes എല്ലാ ദിവസവും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ മാറ്റിവെക്കാം. പഠിക്കുക. ആ പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. അതിനകത്ത് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക.
എങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. ദെൻ 17th പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ്, ഡോണ്ട് ജസ്റ്റ് കൺസ്യൂം. നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ എപ്പോഴും കൺസ്യൂം ചെയ്യല്ല, എപ്പോഴും നമ്മൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന വീഡിയോസ് കണ്ട് അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ കൺസ്യൂം ചെയ്യല. നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് പുതിയതായിട്ട് ലോകത്തേക്ക് കൊടുക്കാൻ പറ്റും, നിങ്ങൾ എന്ത് നിങ്ങളുടെ ഐഡിയാസ്, ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാര്യങ്ങളും ചെയ്യണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പഠിച്ചേക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്കുള്ള അറിവുകൾ ഉണ്ടായിരിക്കും. അത് എക്സ്പ്രസ് ചെയ്യുക, എന്നാലല്ലേ ആ ഐഡിയാസ് ഈ ലോകത്തുള്ള ആൾക്കാർ അറിയത്തുള്ളൂ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്. ബിൽഡ് സംതിങ് ന്യൂ. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തുമ്പോഴത്തേക്ക് ആ ഒരു ചേഞ്ച് നിങ്ങളിലും, അതുപോലെ തന്നെ നിങ്ങളുടെ ഓഡിയൻസ്, നിങ്ങൾ ഇതുവഴി ഉണ്ടാക്കുന്ന ഓഡിയൻസിലേക്കും ആ ഒരു ഇമ്പാക്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. സോ അതിനുള്ള ഒരു ആക്ഷൻ നിങ്ങൾ എടുത്തു തുടങ്ങാം. യെസ്. സോ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. നമ്മുടെ ഫോക്കസ് ആൻഡ് ഇൻകം. ഇത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ മെന്റർഷിപ്പ് സ്റ്റുഡൻസിനകത്തുണ്ട്, അതുപോലെ തന്നെ മോർണിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല എൻ്റെ ട്രെയിനിങ് സെഷൻസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ട്. ഇത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് ചേഞ്ച് ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. യെസ്, ഈ റുട്ടീൻ നിങ്ങൾ കീപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വന്നു, എന്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ചേഞ്ച് വന്നു, നിങ്ങളുടെ ലൈഫിലും ബിസിനസ്സിലും എന്ത് ചേഞ്ച് വന്നു എന്നുള്ളത് നോക്കിയാൽ മതി. റൈറ്റ്? ദെൻ നമ്മൾ ഫോക്കസ് ആൻഡ് ഇൻകം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എവിടെയാണോ നമ്മുടെ ഫോക്കസ് പോകുന്നത് അത് വളരും. നമ്മുടെ ഫോക്കസ് പോകുന്നത് നമ്മുടെ ഗ്രോത്തിലേക്കും നമ്മളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് പോകണം എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മുടെ ഫോക്കസ് പോകുന്നുണ്ടെങ്കിൽ അത് വളരും. അപ്പൊ നമ്മുടെ ഫോക്കസ് ഇൻകം ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചേഞ്ചസ് ഉണ്ടാവും. റൈറ്റ്? അപ്പം അത് ഏറ്റവും നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഒന്ന്, വർക്ക് ഓൺ യുവർ ഇൻകം സ്കിൽ ഡെയിലി. നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സ്കില്ലുകളിൽ ഫോക്കസ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, നമുക്ക് ഇൻകം വരണം, നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് നമ്മൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ ഡിഫറെൻ്റ് ആണ്. റൈറ്റ്? എനിക്ക് ഈ രീതിയിൽ ഇൻകം വരണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിലേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ, ആ രീതിയിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്ക് ഓൺ യുവർ ഇൻകം സ്കിൽ ഡെയിലി. എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ ഇൻകം നേടിത്തരുന്ന സ്കില്ലുകൾ. ഇപ്പൊ അങ്ങനെ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഏത് സ്കില്ല് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് ചിന്തിക്കാം. റൈറ്റ്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അതിനകത്ത് സെയിൽസ് സ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, മാർക്കറ്റിംഗ് സ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഇതൊന്നും ഇല്ല, നിങ്ങൾക്ക് പിന്നെ ഒരു സ്കില്ല് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇൻകം നേടാൻ പറ്റും. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ല് നിങ്ങൾ നേടുവാണെങ്കിൽ, ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നിങ്ങൾ പഠിക്കുക, അതുവഴി ഒരു സ്കില്ല്, ആ ഒരു സ്കില്ല് വഴി നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിക്കുന്നു, അതുവഴി നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കോച്ച് ചെയ്യാൻ പറ്റും, ട്രെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു 21 ഡേയ്സ് എന്ത് സ്കില്ലിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യണം, എന്താണ് എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് തരുന്ന സ്കില്ലുകൾ, അതിലേക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ? എലിമിനേറ്റ് ടൈം വേസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇതിനകത്ത് പല ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ടൈം വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അത് ചിലപ്പം ഡെലിഗേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും, നമ്മൾ തന്നെ ചെയ്യണമെന്നില്ലായിരിക്കാം. പലതും നമുക്കത് നമ്മുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം. അത് എന്ത് ചെയ്യാം, അത് എലിമിനേറ്റ് ചെയ്യാം. അത് എന്തൊക്കെയാണ് അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്യുക.
ടൈം ലീക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സക്സസ് ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ അത് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ, ഈസ് ദിസ് ഹെൽപ്പിംഗ് മൈ ഫ്യൂച്ചർ? ഇത് എന്നെ ഹെൽപ്പ് ചെയ്യുമോ? ഫ്യൂച്ചറിലേക്ക് എന്റെ മുന്നോട്ട് പോകുന്ന യാത്രയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുമോ ഈ കാര്യം ചെയ്യുന്നുണ്ട്? അത് നമ്മൾ ആലോചിക്കുക. യെസ്, നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ പറയാം, നമ്മൾ അതിന്റെ 20ാമത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഫിക്സ് യുവർ ഡിജിറ്റൽ എൻവയോൺമെന്റ്. നമ്മളുടെ ഫീഡിൽ എന്ത് വരുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയാൽ, നമ്മൾ ആരെ ഫോളോ ചെയ്യുന്നു, ആ ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഫീഡിലേക്ക് വരും അല്ലെ? നമ്മൾ യൂട്യൂബിൽ ആരെ ഫോളോ ചെയ്യുന്നത്, അപ്പോൾ ആ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ മാത്രം നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഫീഡിലേക്ക് എന്ത് വരുന്നു എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പൊ ആ ഒരു ഡിജിറ്റൽ എൻവയോൺമെന്റ് എങ്ങനെയെന്നുള്ളത് നോക്കിയാൽ മതി. അപ്പൊ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണോ വരുന്നത്, അതോ നമ്മളെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഗ്രോത്തിന്, മെന്റൽ ഗ്രോത്തിന് അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണോ നമ്മളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ, അൺഫോളോ ചെയ്യേണ്ടതാണെങ്കിൽ അൺഫോളോ ചെയ്യുക. ഗ്രോത്ത് കണ്ടന്റ് ഫോളോ ചെയ്യുക. നമ്മളെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകുന്ന കോണ്ടന്റുകൾ കൺസ്യൂം ചെയ്യാൻ നമ്മൾ പഠിക്കുക. മോർ ക്രിയേഷനിലേക്ക് ഫോക്കസ് ചെയ്യുക. മനസ്സിലായോ? കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോളോ ചെയ്യാം. അപ്പൊ അത് നമ്മുടെ ഫീഡിനകത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. ഈ 30 ഡേയ്സ്, 21 to 30 ഡേയ്സ് നിങ്ങൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക് വർക്ക്ഔട്ട് ചെയ്യുക. ഈ ഓരോ ആക്ഷൻസും നിങ്ങൾ എടുക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ചാറ്റിലിടാം യെസ്, ക്ലിയർ, യെസ്, യെസ്, ഗ്രേറ്റ്. ഇതെല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ ആൻഡ് സെൽഫ് ട്രസ്റ്റ്. എന്താണ് ക്യാരക്ടർ ആൻഡ് സെൽഫ് ട്രസ്റ്റ്? നമ്മൾ ഇതെല്ലാം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം വർക്ക്ഔട്ട് ചെയ്യണം. എന്താണ്? ഇതെല്ലാം നമ്മുടെ മൈൻഡ് എപ്പോഴും പ്രൂഫ് നോക്കുന്ന ആളാണ്. യെസ്, ഈ പറയുന്ന കാര്യങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൂഫുകൾ തേടുന്ന ആളാണ്. ഇത് നമ്മുടെ ലൈഫിലേക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുന്ന, ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ചേഞ്ചസ് വന്നിട്ടുള്ള ആൾക്കാര് എവിടെയാണ് ചേഞ്ച് കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ. ഓണർ യുവർ വേർഡ്. നമ്മളുടെ ഉള്ളിലുള്ള ബിലീഫ് സിസ്റ്റത്തിൽ ഇത് ഉറപ്പായിട്ടും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വേർഡുകൾ അത്രയും പവർഫുൾ ആയിട്ട് നമ്മൾ തന്നെ വിശ്വസിക്കണം. നിങ്ങളുടെ വാക്കുകൾക്ക് പവർ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുന്നത് കാണുമ്പോഴാണ് മൈൻഡ് മനസ്സിലാവുന്നത്, യെസ്, ഇയാൾക്ക് സക്സസ് കൊടുത്താലേ പറ്റുള്ളൂ, ഇദ്ദേഹത്തിന് ഇന്ന കാര്യം കൊടുത്താലേ പറ്റുള്ളൂ. കാരണം അത്രത്തോളം അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, സെൽഫ് ഡിസിപ്ലിനോടുകൂടി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം ഇഫ് യു സേ യു ഡു എന്ന് നമ്മുടെ മൈൻഡിനെ പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റണം. ഇത് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് 21 ഡേയ്സ് നിങ്ങൾ ഈ ഒരു ആക്ഷൻ സ്റ്റെപ്പ് എടുത്ത് നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ മൈൻഡ് വിശ്വസിക്കാൻ തുടങ്ങും, യെസ്, ഇദ്ദേഹം നേരത്തെ പോലെ അല്ല, ഒരു ന്യൂ യുവിലേക്ക് മാറിയിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതിനനുസരിച്ചുള്ള റിയാലിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ തുടങ്ങും. ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. അതിന് ഒരു എക്സ്ക്യൂസസ് നിങ്ങൾ വെക്കാതിരിക്കുക. നോ എക്സ്ക്യൂസസ്. ഈ 21 പോയിന്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇതിൽ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ, കമ്മിറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾ എവിടെയാണോ കാണുന്നത് അവിടെ നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ ചാറ്റിൽ നിങ്ങൾക്ക് ഇടാം യെസ്, ഐ ആം കമ്മിറ്റഡ്. യെസ് എന്നുള്ളത് നിങ്ങൾക്ക് ചാറ്റിൽ ഇടാം, ഐ ആം കമ്മിറ്റഡ്. ഞാൻ ഇത് ചെയ്തിരിക്കും, ഞാൻ ഇത് പ്രൂവ് ചെയ്തിരിക്കും എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ആർ യു റെഡി? യെസ്.
യെസ്, യെസ്, ഞാൻ ചാറ്റിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ ഓരോ കമ്മിറ്റ്മെന്റും ഞാൻ കാണുന്നുണ്ട്. യെസ്. മൈൻഡ് സെറ്റ്, ബിസിനസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട്. ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക.